ബച്ചോ നമസ്കാർ. നമ്മൾ ബീർ ബഹുട്ടി എന്ന പാഠത്തിൻ്റെ ഒരു ചെറിയ ഭാഗം എടുത്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അത്രയും ഭാഗം നിങ്ങളത് വായിച്ചു കാണുമെന്നും കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്നും വിശ്വസിക്കുന്നു. അവിടെ ബീർ ബഹുട്ടി കെ കഹാനിക്കാർ കോൻ ഹെ, ആരാണ് ബീർ ബഹുട്ടി എന്ന കഥ എഴുതിയത്? അറിയുമല്ലോ, ആരാണ്? പ്രഭാത്. ശരിയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ പറഞ്ഞല്ലോ, ബീർ ബഹുട്ടി കിസ് വിധാക്കി രചനാഹെ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ബീർ ബഹുട്ടി കിസ് വിധാക്കി രചനാഹെ, എന്താണ് അതിൻ്റെ ആൻസർ? കഹാനി. ശരിയാണ്. അപ്പോൾ വിധ അല്ലെങ്കിൽ പ്രോക്തി എന്ന് പറയുന്നത് സാഹിത്യത്തിന് ഒരുപാട് ശാഖകളുണ്ട്. അതിലേത് ശാഖയിലാണ് നമ്മളുടെ ഈ പാഠം ഉൾപ്പെടുന്നതെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വിവിധ ശാഖകളെന്ന് പറയുമ്പോൾ കവിതയുണ്ട്, നാടകമുണ്ട്, ഏകാംഗ നാടകമുണ്ട്, അതിൽ തന്നെ ടിപ്പണിയുണ്ട്, വാർത്താലാപമുണ്ട്, ഡയറിയുണ്ട്, യാത്രാവിവരണമുണ്ട്, കഥയുണ്ട്, നോവലുണ്ട്. അങ്ങനെ പല രീതിയിലേക്ക് പോകും. ഏതിലാണ് നമ്മളുടെ പാഠം? അതായത് ബേലായി സാഹിലും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അവർ രണ്ടുപേരും ബീർ ബഹുട്ടിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് സാധാരണ സ്കൂളിൽ പോകുന്നതിനും അല്പം കൂടി മുൻപേ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. സ്കൂളിനോട് ചേർന്ന് ഒരു വയലുണ്ട്. ആ വയലിൽ അവർ ബീർ ബഹുട്ടിയെ തിരയുകയാണ്. അപ്പോഴേ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് അവർ വർണ്ണിക്കുന്നു. എന്താണ് അത്? ബീർ ബഹുട്ടി എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു പ്രാണിയാണ്, ചുവന്നതാണ്, അതിൽ തന്നെ മൃദുലതയുള്ളതാണ്. എന്നിട്ട് സാഹിൽ പറയുന്നു, അതായത് ഇതിൻ്റെ നിറം നിൻ്റെ റിബൺ പോലെ ചുവന്നതാണെന്ന്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്കൂളിൽ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ സാഹിൽ പറയാണ്, കേട്ടോ? അപ്പോൾ ബേല പറയുന്നു, കേട്ടു, ബെല്ലടിച്ചു, ഫസ്റ്റ് ബെല്ലടിച്ചിരിക്കുന്നു. അപ്പോൾ സാഹിൽ പറയാണ്, എനിക്ക് കടയിൽ പോയി മഷിയും കൂടെ വാങ്ങണം. അങ്ങനെ അവർ രണ്ടുപേരും മഷി വാങ്ങുന്നതിന് വേണ്ടി കടയിലേക്ക് പോവുകയാണ്. ഇത്രയും ഭാഗമാണ് നമ്മളെടുത്തത്. അപ്പോൾ അവിടെ നിന്നൊരു തിരക്കഥ തയ്യാറാക്കാനായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോഴത് നിങ്ങൾ തയ്യാറാക്കി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ തിരക്കഥയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. തിരക്കഥ നിർമ്മിക്കുന്നതിന് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലേ പഠിച്ചതാണ്. അതായത് 9ാം ക്ലാസ്സിലേ നിങ്ങൾ പഠിച്ചതാണ്. 9ാം ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട TV എന്ന് പറയുന്ന ഒരു പാഠം ഉണ്ടായിരുന്നു. അതിൽ കൂടെ നമുക്കറിയാം. ആദ്യമായിട്ട് നമ്മൾ സീൻ തിരിക്കണം, ദൃശ്യം. അപ്പോൾ നമ്മൾ സീൻ തിരിക്കുന്നു, അല്ലെ ദൃശ്യേക്ക്. രണ്ടാമത് സ്ഥലവും സമയവുമാണ് കൊടുക്കേണ്ടത്. സ്ഥലം കൊടുക്കണം, സമയം കൊടുക്കണം. സ്ഥലവും സമയവും. ഈ സംഭവം ഏത് സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്, അതിൽ തന്നെ സമയം. സംഭവം നടക്കുന്ന സ്ഥലം ഏതാണ്? വയലാണ്. സ്കൂളിനടുത്തുള്ള വയൽ, സ്കൂൾ കെ പാസ് കാ ഖേത്ത്. സമയം എപ്പോഴാണ്? സമയം നമ്മൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ സ്കൂൾ 9:30 ബെല്ലടിക്കുകയാണെങ്കിൽ ഒരു 9 മണി ആയപ്പോഴായിരിക്കണം ഇവർ ആ വയലിൽ എത്തിയത്. അതുകൊണ്ട് സബേരെ 9 ബജെ എന്ന് കൊടുക്കാം. പിന്നീട് മൂന്നാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ സ്ഥലത്തെക്കുറിച്ചൊരു വിവരണം. എങ്ങനെയുള്ള സ്ഥലമാണ്? ഇതൊരു വയലാണ്. സ്കൂൾ കെ പാസ് കാ ഖേത്ത്, സ്കൂളിനടുത്തുള്ള വയലാണ്. ബാദൽ ബാത്ത് ബറസ്ലിയതേ, ഒരുപാട് മഴ പെയ്തിരിക്കുന്നു. അഫീഫി ബാദൽ ആകാശമേ ചായേ ഹുയേ ഹേ, ഇപ്പോഴും കാർമേഘങ്ങൾ ആകാശത്ത് വ്യാപിച്ച് കിടപ്പുണ്ട്. അപ്പോൾ അത് സ്ഥലത്തെക്കുറിച്ചുള്ള വിവരണമാണ്. പിന്നീട് പാത്ര വിവരൺ. പാത്രം എന്ന് പറഞ്ഞാൽ കഥാപാത്രം. കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള വിവരണം. എന്താണ് കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള വിവരണം? ഏതൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ? കഥാപാത്ര വിവരണം എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്, അവരുടെ പേര്, അവരുടെ പ്രായം, അവരുടെ വേഷം, ഇത്രയാണ് പാത്ര വിവരൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് 11 സാൽ കാ ബച്ച, അല്ലെ? അതും കൊടുക്കണമെന്നില്ല. നമുക്ക് കൊടുക്കാം 5वीं കക്ഷാ കെ ഛാത്ര, 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവരുടെ പ്രായം കൂടെ ആയി. പിന്നെ ദോനവും, രണ്ടുപേരും യൂണിഫോം മേഹെ, യൂണിഫോമിലാണ്. രണ്ടുപേരും യൂണിഫോം ധരിച്ചിരിക്കുന്നു. അപ്പോൾ അതും ശരിയാവും. പിന്നീട് നമ്മൾ ഈ അടുത്ത 4-ാമത്തത് വാർത്താലാപാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ വാർത്താലാപ് വരുമ്പോൾ എന്താ വരേണ്ടത്? വാർത്താലാപിന് മുൻപുള്ള സന്ദർഭം കൊടുക്കണം. ഏത് സന്ദർഭത്തിലാണ് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത്? അപ്പോൾ ആ സന്ദർഭം പരമപ്രധാനമാണ്. അതാണ് സ്ഥലവിവരണവും
കഥാപാത്ര വിവരണവും നൽകിയതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഇനി വരാൻ പോകുന്ന സംഭാഷണമായിട്ട് ഇതിൻ്റെ സന്ദർഭം. ഇവിടെ നമ്മൾക്കറിയാമല്ലോ, ഇവർ ആ വയലിൽ വീരബഹുട്ടിയെ തിരയുന്നതാണല്ലോ സന്ദർഭം. അപ്പോൾ നമ്മൾ അതാണ് കൊടുക്കേണ്ടത്. ദോനവും, രണ്ടുപേരും. ആരാണ് ദോനോ എന്ന് പറയുന്നത്? ബേല അവർ സാഹിൽ. ശരിയാണ്, ബേലയും സാഹിലും രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ബീർ ബഹുട്ടിയാം. എന്താ ബീർ ബഹുട്ടിയാം? ബീർ ബഹുട്ടികളെ ഖോജിനെ ലക്തേഹെ, ഖോജിന അന്വേഷിക്കുക, തിരയാൻ തുടങ്ങുന്നു. ഇതാണ് സന്ദർഭം. അപ്പോഴത് വെച്ചുകൊണ്ടാണ് പിന്നീട് സംഭാഷണം വരുന്നത്. പിന്നീട് നമുക്കറിയാം, ഇതിനകത്ത് സംഭാഷണമൊക്കെ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ഒരു ഭാഗം തന്നിട്ടാണ്, പാഠഭാഗം തരും നമുക്ക്, അതിൻ്റെ ഒരു അംശം തന്നിട്ടാണ് നമുക്ക് ഈ പട്കഥ എഴുതാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നോക്കി ഈ സംഭാഷണങ്ങളൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ് പിന്നീട് വരേണ്ടത്. ഇത്രയും കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഒന്നുകൂടെ എളുപ്പമാവുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഞാനത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. തിരക്കഥ നമ്മളുടെ ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ നിന്ന് തിരക്കഥ വരും. പരീക്ഷയ്ക്ക് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ശരിയാക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഫോർമാറ്റ് കറക്റ്റ് ആയിരിക്കണം, അതിനായിരിക്കും മാർക്ക് കിട്ടുന്നത്. ബാക്കി അവിടെയൊക്കെ സ്വല്പ തെറ്റുകളൊക്കെ വന്നാലും അതൊന്നും ഒരു പ്രശ്നമാകത്തില്ല. നമ്മൾ പ്രധാനമായിട്ടും വരേണ്ടത് അതിൻ്റെ ആ ഫോർമാറ്റ് കറക്റ്റ് ആയിരിക്കണം. അത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ആദ്യം എന്താണ്? ദൃശ്യ ഏക്ക്. നമുക്കൊരു സീൻ എഴുതാൻ പറയൂ, ഒരു ദൃശ്യമാണ് എഴുതാൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ദൃശ്യ ഏക്കെന്ന് കൊടുക്കാം. 2, സ്ഥലവും സമയവും. ഈ സംഭവം ഏത് സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്, ഈ സംഭവം ഏത് സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്, അത് കൊടുക്കുക. പിന്നീട് സമയം, ഇത് ഏത് സമയത്താണ്. സമയം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് രാവിലെയാണോ, ഉച്ചയ്ക്കാണോ, വൈകുന്നേരത്താണോ, രാത്രിയിലാണോ, ഇത് സൂചിപ്പിക്കണം. അത് കഴിഞ്ഞാൽ മൂന്നാമതാണ് സ്ഥലവിവരണവും കഥാപാത്ര വിവരണവും. അവസാനമായിട്ട് ആ വാർത്താലാപിൻ്റെ സന്ദർഭവും എഴുതി ഇത് ബ്രാക്കറ്റിലിടുക. എന്നിട്ടാണ് വാർത്താലാപ് വരേണ്ടത്. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിലിട്ടേക്കുന്ന കാര്യം സെപ്പറേറ്റ് വേണമെങ്കിലും എഴുതാം. പാത്ര എന്നിട്ട് അവരുടെ പേര് കൊടുക്കാം, ആയു അവരുടെ വയസ്സ് കൊടുക്കാം, അങ്ങനെയും കൊടുക്കാം. ഇത് നമ്മൾ 9ാം ക്ലാസ്സിലെ നിങ്ങളുടെ TV എന്ന് പറയുന്ന ആ പാഠത്തിൻ്റെ അതേ മോഡലാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അതല്ലാതെയും എഴുതാം, അത് തെറ്റൊന്നുമല്ല. അപ്പോഴിത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തിരക്കഥ, പട്കഥ വന്നു കഴിഞ്ഞാൽ റെഡിയായിട്ട് എഴുതാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ തിരക്കഥ എഴുതിയത് എല്ലാവരും കൊണ്ടുവരണം. അത് നോക്കുന്നതാണ്. അതിനകത്ത് തെറ്റുകളൊക്കെ വരുന്നത് നമുക്ക് ശരിയിലേക്ക് പോകാൻ അത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കിടക്കാം. ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് കിടക്കാം. 1981 का दिन था. 1981 का साल. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. कस्बे की लगभग सूनी तंग गलियों में खामोश खड़े बिजली के खंभे, खंभों के बीच खिंची तारों की कतारें. इन गलियों में जहाँ तहाँ दिखाई पड़ते मीठी घंटियाँ बजाते फेरी वाले. एक अंधेरी सी गली में 6-7 गधों का घुरों की टापों की आवाज़ें. उनके पीछे चलता हुआ एक बदन उखाड़े कुम्हार. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे, बेला और साहिल. उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी की दुकान वाले ड्रॉपर से पेन में स्याही भरते थे. അപ്പോൾ 1981 का साल. 1981 അതായത് 1981 സാൽ. എന്താണ് സാൽ എന്ന് പറഞ്ഞാൽ? ശരിയാണ്, വർഷം. 1981 വർഷം. എന്തിനാണ് ഇവിടെ കഥാകൃത്ത് ഈ വർഷത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമോ? അതായത് ഈ കഥകളൊക്കെ ഓരോ കാലഘട്ടത്തിന് യോജിച്ചതായിരിക്കും, കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ചില കഥകളൊക്കെ കാലത്തെയും അതിജീവിച്ച് ഇങ്ങനെ എക്കാലത്തും അതിന് പുതുമയുള്ളതായി മുന്നോട്ട് പോകും. അപ്പോൾ ചില കഥകളൊക്കെ അതിൻ്റെ ആ സമയവും കൂടെ സൂചിപ്പിച്ചില്ല എങ്കിൽ അതിൻ്റെ ആ മാഹാത്മ്യത്തിന് ഇടിവുണ്ടാവാം. അതുകൊണ്ട് ഇവിടെ
പറഞ്ഞിരിക്കുന്നു 1981 ആ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. ഇപ്പോഴെങ്ങുമല്ല, 1981. രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ജയ്പൂർ, രാജസ്ഥാൻ്റെ തലസ്ഥാനമാണല്ലോ ജയ്പൂർ. അതിന് നസ്തീഗ്. എന്താണ് നസ്തീഗ്? നസ്തീഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? നസ്തീഗ് എന്ന് പറഞ്ഞാൽ കെ പാസ് എന്നാണ്. കെ പാസ് എന്താ കെ പാസ് എന്ന് പറഞ്ഞാൽ? അടുത്ത്. കെ പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്. കെ പാസ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നസ്തീഗ് എന്താ? നസ്തീഗ് അടുത്ത്. അപ്പോഴേ രാജസ്ഥാൻ में ജയ്പൂർ के നസ്തീഗ് എന്താണ്? രാജസ്ഥാനിൽ ജയ്പൂറിന് അടുത്ത് സവാരി ഗാഡിയും और മാൽഗാഡിയും से സദാഫര ഫുലേര ജംഗ്ഷൻ. സവാരി ഗാഡിയാം. ഗാഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വണ്ടി. ഗാഡിയാം വണ്ടികൾ. സവാരി ഗാഡിയാം യാത്രാവാഹനങ്ങൾ. എന്താണ് സവാരി ഗാഡിയാം? യാത്രാവാഹനങ്ങളും. അതേലെ മാൽ ഗാഡിയാം. മാൽ എന്ന് പറഞ്ഞാൽ സാധനം. മാൽ ഗാഡി എന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. മാൽ ഗാഡിയും സേ ഫർണ എന്ന് പറഞ്ഞാൽ നിറയുക എന്നർത്ഥം. എന്താ ഫർണ? നിറയുക. അപ്പോഴിവിടെ പറയുന്നത് യാത്രാവാഹനങ്ങളെ കൊണ്ടും അതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ചരക്ക് വാഹനങ്ങളെ കൊണ്ടും നിറഞ്ഞ ഫുലേര ജംഗ്ഷൻ. ഫുലേര എന്ന് പറയുന്ന ജംഗ്ഷൻ നമ്മൾ കാഞ്ഞാവളി ജംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ ഓട്ടോറിക്ഷയുണ്ട്, ടാക്സിയുണ്ട്, പിന്നീട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് ടെമ്പോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ജംഗ്ഷൻ. ഇവിടെ ആ ജംഗ്ഷൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കണം, ഫുലേര. എന്താണ് ആ ജംഗ്ഷൻ്റെ പേര്? ഫുലേര ജംഗ്ഷൻ. എന്താണ് ഫുലേര ജംഗ്ഷൻ്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞത്? അതായത് യാത്രി ഗാഡിയും और മാൽ ഗാഡിയും സവാരി ഗാഡിയും और മാൽ ഗാഡിയും സേ ഫരാ ഏക് ഫുലേര ജംഗ്ഷൻ. യാത്രാവാഹനങ്ങളെ കൊണ്ടും അതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ജംഗ്ഷൻ. ആ ജംഗ്ഷൻ്റെ പേര് ഫുലേര ജംഗ്ഷൻ. കസ്ബെ കി ലഗ്ഭഗ് സൂനെ തങ് ഗലിയാം. കസ്ബ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണം എന്നർത്ഥം. അത് നമ്മളതിന് മുമ്പ് പറഞ്ഞതാണ്. കസ്ബ ചെറിയ പട്ടണം. കസ്ബെ കി ലഗ്ഭഗ്. എന്താ ലഗ്ഭഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം. സൂനി തങ് ഗലിയാം. സൂനി എന്ന് പറഞ്ഞാൽ ശൂന്യമായ. എന്താ സൂനി എന്ന് പറഞ്ഞാൽ? ശൂന്യമായ. തങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുങ്ങിയ. സൂനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശൂന്യമായത്. തങ്കി എന്ന് പറഞ്ഞാലോ ഇടുങ്ങിയത്. ശൂന്യമായതും ഇടുങ്ങിയതുമായ ഗലിയാം വഴികൾ. ആ സ്ട്രീറ്റ് എങ്ങനെയുള്ളതാണ്? ഇടുങ്ങിയതാണ്, ശൂന്യമാണ്, ആൾക്കാരൊന്നും വലുതായിട്ടില്ല. ഗലിയോമേ ആ വഴികളിൽ കൂടെ ഖാമോഷ് കടേ. ഖാമോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദമായി. ഖാമോഷ് കടേ നിശബ്ദമായി നിൽക്കുന്ന. ഖടഹൊന നിൽക്കാതാണ്, നിശബ്ദമായി നിൽക്കുന്ന. ബിജലി കെ ഖംഭെ. എന്താണ് ബിജലി എന്ന് പറഞ്ഞാൽ? എന്താ ബിജലി? വൈദ്യുതി, ശരിയാണ്. ഖംഭ എന്ന് പറഞ്ഞാൽ അറിയോ? ഖംഭ പോസ്റ്റ്. അപ്പോഴേ അവിടെ ആ റോഡിൽ, ആ സ്ട്രീറ്റിൽ, ഗലിയോമേ ആ സ്ട്രീറ്റിൽ നിശബ്ദരായി നിൽക്കുന്ന ബിജലി കെ ഖംഭെ വൈദ്യുത പോസ്റ്റുകൾ. നമുക്കറിയാം റോഡിൽ വൈദ്യുത പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകളെയാണ് പറയുന്നത്. ഇവിടെ ഇദ്ദേഹം ഒരു കവി ആയതുകൊണ്ടാണ് ഈ രീതിയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കവികൾ ഭാവനയുടെ ലോകത്ത് വിചരിക്കുന്നവരാണ്, സഞ്ചരിക്കുന്നവരാണ്, പറന്ന് നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ്? റോഡിൽ നിശബ്ദരായി നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ. അവർ ഖംഭോം കെ ബീച്ച്. ഈ പോസ്റ്റുകൾക്ക് ബീച്ച്. എന്താണ് ബീച്ച് എന്ന് പറഞ്ഞാൽ? ഇടയിൽ. ഈ പോസ്റ്റുകൾക്കിടയിലൂടെ ഖിഞ്ചിന വലിക്കുക. കിഞ്ചി വലിച്ചിട്ടുള്ള. താരോങ്കി കതാരെ. താർ എന്ന് പറഞ്ഞേക്കുന്നത് കമ്പിയാണ്. കമ്പി, താർ. കതാർ എന്ന് പറഞ്ഞാൽ നിര. കതാരയും നിരകൾ. നിരകളായിട്ട് വലിച്ചിരിക്കുന്ന കമ്പികൾ. ഇവിടെ പ്രഭാത് എന്താണ് പറയുന്നത്? നമ്മുടെ കഥാകൃത്ത് പറയുന്നത്
ആ ഗലിയിൽ, ആ സ്ട്രീറ്റിൽ നിശബ്ദരായി നിൽക്കുന്ന പോസ്റ്റുകൾ, ആ പോസ്റ്റുകൾക്കിടയിലൂടെ വലിച്ചിരിക്കുന്ന കമ്പികൾ, ആ വൈദ്യുത കമ്പികൾ. ഇൻ ഗലിയോമെ, ഈ സ്ട്രീറ്റിലൂടെ ജഹാം തഹാം, ജഹാം തഹ എന്ന് പറഞ്ഞാൽ ഇധർ ഉദർ എന്നർത്ഥം. അവിടെ ഇവിടെയൊക്കെ നമ്മൾ പറയുമല്ലോ, അവിടെ ഇവിടെയൊക്കെ ദിക്കായി പട്ടേ, ദിക്കായി പടിന കാണപ്പെടുക. എന്താ ദിക്കായി പടിന? കാണപ്പെടുക. ദിക്കായി പടിനെ വാലെ കാണപ്പെടുന്ന, അവിടെ ഇവിടെയൊക്കെ കാണപ്പെടുന്ന ദിക്കായി പടിനെ വാലെ. മീഠി ഗണ്ടിയം ബജാത്തെ ഫേരി വാലെ. മീഠ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ വാക്കിനകത്ത് തന്നെ എൻ്റെ അർത്ഥമുണ്ട്. മീഠ, മധുരമുള്ളത്. മീഠേ, മാധുര്യമുള്ള. ഘണ്ടിയാം, ഘണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പാഠത്തിൽ തന്നെ ആദ്യം വന്നു ബെല്ല്. ഇവിടെ മണി, അതായത് വളരെ മാധുര്യമുള്ള ശബ്ദത്തിൽ, ഇമ്പമുള്ള ശബ്ദത്തിൽ മണി മുഴക്കിക്കൊണ്ട്, ഘണ്ടിയാം ബജാന, മണി മുഴക്കുക. മണി മുഴക്കുന്ന ഫേരിവാലെ. ഫേരിവാല എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കുന്നവർ എന്നാണ് എൻ്റെ അർത്ഥം. സാധനങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കും. നമുക്കൊക്കെ അറിയാം, നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ റോഡിൽ കൂടെ ആൾക്കാർ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകും. അതിൽ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ പോകും. അവർ ആ സമയത്ത് മണി അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോഴങ്ങനെ സാധനങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേരിവാലെ. അപ്പോഴേ സാധനങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കുന്ന ഫേരിവാലെ, കച്ചവടക്കാർ. ഫേരിവാലെ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാലോ, സാധനങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കുന്നവർ. അങ്ങനെയുള്ള കച്ചവടക്കാർ ഫേരിവാലെ. അതുപോലെ തന്നെ ഏക്ക് അന്ധേരി സി ഗലീമേ. അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട്ടെന്ന അർത്ഥം. അന്ധേരി സി ഗലി എന്ന് പറഞ്ഞാൽ ഒരു അരണ്ട ഒരു തെരുവിൽ, സ്ട്രീറ്റിൽ. ചഹ് സാത്ത് ഗതോങ്കോ, ഒരു ചഹ് നമുക്കറിയാം 6, സാത്ത് 7, ഒരു 6-7 ഗതോങ്കോ. ഗത എന്ന് പറഞ്ഞാൽ എന്താണ്? ഗഥ, കഴുത. ഗതോങ്കി ഖുരോങ്കി ടാപ്പോങ്കി ആവാസേ. ഈ കഴുതകളുടെ ഖുരെന്ന് പറഞ്ഞാൽ കുളമ്പടി. കുതിരയുടെയൊക്കെ കുളമ്പടി ഉണ്ടല്ലോ, കുളമ്പടി ശബ്ദം നമുക്കറിയാമല്ലോ. അതിൽ ഇതും ആ റോഡിൽ കൂടെ പോകുമ്പോഴേ ഇതേപോലെ ശബ്ദം കേൾക്കും. അപ്പോഴേ ഈ കഴുതകളുടെ കുളമ്പടി ശബ്ദം, ടാപ്പോങ്കി ആവാസേ, ആവാസേ ശബ്ദങ്ങൾ, ആ കുളമ്പടി ശബ്ദം. ഉൻകെ പീച്ചെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ പിന്നാലെ. ആരുടെ പിന്നാലെ? ഗതോങ്കെ പീച്ചെ, ആ കഴുതകളുടെ പിന്നാലെ. ഗതോങ്കെ പീച്ചെ, ആ കഴുതകളുടെ പിന്നാലെ. ചൽത്ത ഏക്ക് വദൻ ഉഖാടെ കുംഹാർ. ചല്ല, സഞ്ചരിക്കുക, നടക്കുന്ന ഏക്ക്. ബദൻ എന്ന് പറഞ്ഞാൽ ശരീരമാണ്. ബദൻ ഉഖാടിന എന്ന് പറഞ്ഞാൽ ശരീരം അനാവരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരീരം മറയ്ക്കാതെ, അതായത് ഷർട്ടൊന്നും ഇടാത്ത. ഏക്ക് കുംഹാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുംഹാർ കുശവൻ എന്നാണ് നമ്മൾ മലയാളത്തിൽ അതിന് പറയുന്നത്. അതായത് മൺപാത്ര നിർമ്മാണക്കാരൻ. എന്താണ് കുംഹാർ എന്ന് പറഞ്ഞാൽ? മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന ആളിനെയാണ് എന്താ പറയുന്നത്? കുംഹാർ. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ നമ്മൾ പറയും, ഓരോ പേരുണ്ട് ഓരോരുത്തർക്ക്. ഇപ്പോൾ നമ്മുടെ ലക്കടി കെ സാമാൻ ബനാനെ വാലെ, തടി കൊണ്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നവർ ബെഡൈ എന്ന് പറയും, നമ്മൾ മേശരി എന്നൊക്കെ പറയും. അപ്പോൾ ബെഡൈ. അതുപോലെ തന്നെ കൽപ്പണി എന്നവരുണ്ട്, മക്കാൻ ബനാനെ വാലെ. രാജ് എന്നാണ് പറയുന്നത്, കൽപ്പണിക്കാർ. അങ്ങനെ ഓരോ പേരുണ്ട്. അതിൽ സോനെ കാ കാം കർണേ വാല. സോന എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്വർണം നിർമ്മിക്കുന്ന ആൾ. അവർക്ക് എന്താ നമ്മൾ പറയുക ഒറ്റ ഇതായിട്ട്? സുനാർ, സ്വർണ്ണപ്പണിക്കാരൻ. അതുപോലെ ഇവിടെ ഈ കുശവൻ, മൺപാത്ര നിർമ്മാണക്കാരൻ, ആ കഴുതകളുടെ പിന്നാലെ പോകുന്നു. അയാൾ ആ കഴുതയുടെ പുറത്ത് ഈ പശയുള്ള മണ്ണൊക്കെ ചുമപ്പിച്ചുകൊണ്ട് പോവുകയായിരിക്കണം. അതാണ് അതിൻ്റെ പിന്നാലെ പോകുന്ന അയാൾക്ക്. മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മണ്ണ് വേണം, പശയുള്ള മണ്ണ് വേണം. ഈ മണ്ണ് കൊണ്ടുപോയി ചവിട്ടി അത് നല്ല പശയുള്ളതാക്കിയിട്ട് അത് വെച്ചാണ് മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോഴേ കബീർദാസിൻ്റെ ഒരു ദോഹയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മാട്ടി കഹേ കുംഹാർക്കോ. അതായത് കുശവനോട് മണ്ണ് ചോദിക്കും, നീ എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് ചവിട്ടുന്നത്? അതായത് കുശവൻ എന്താ ചെയ്യുന്നത്? ഈ മണ്ണിന് കൂടുതൽ പശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടേയിരിക്കും. കൂടുതൽ ചവിട്ടിയാണ് ഈ മണ്ണിന് നല്ല പശ ഉള്ളതാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ സമയത്ത് കുശവനോട് മണ്ണ് ചോദിക്കുകയാണ്, എന്തിനാ നീ ഇങ്ങനെ ഇട്ട് എന്നെ ചവിട്ടുന്നത്?
നീ ഓർത്തോ, ഒരു നാൾ നിന്നെയും ഞാനിങ്ങനെ ചവിട്ടും. നമുക്കറിയാം, ബൈബിളിലൊക്കെ പറയും മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങിടുന്നു. അതുപോലെ ശരിയാണ്, ഈ മണ്ണിൽ നമ്മൾ എത്താനുള്ളവരാണ്. അപ്പോഴിവിടെ കുംഹാർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, മൺപാത്ര നിർമ്മാണക്കാരൻ. ഇസി ദൃശ്യക്ക് ബീച്ച് സെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ചേ. അപ്പോൾ നമ്മുടെ കഥാകൃത്ത് പ്രഭാത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ ഈ കുട്ടികൾ കടന്നു വരുന്ന വഴിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇസി ബീച്ച്, എന്താണ് ഇസി ബീച്ച് എന്ന് പറഞ്ഞാൽ? ഇതിനിടയിൽ കൂടെ ഗുസർന. എന്താണ് ഗുസർന? കടന്നു വരിക, കടന്നു വരിക. എന്താണ് ഗുസർന? കടന്നു വരുന്ന ദോ സ്കൂളി ബച്ചേ, 2 സ്കൂൾ കുട്ടികൾ. എന്താണ് സ്കൂളി ബച്ചേ? സ്കൂൾ കുട്ടികൾ. ഇസി ബീച്ച് സെ ഗുസർനെ വാലെ ദോ സ്കൂളി ബച്ചേ. ഈ കാഴ്ചകൾക്കിടയിൽ കൂടെ, അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ കാഴ്ചകൾക്കിടയിലൂടെ ഇസി ദൃശ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സീൻ, കാഴ്ച. ഈ കാഴ്ചകൾക്കിടയിലൂടെ കടന്നു വരുന്ന ദോ സ്കൂളി ബച്ചേ, 2 സ്കൂൾ കുട്ടികൾ. വേ കോൻ കോൻ ഹേ, അവരാരൊക്കെയാണ്? ബേല ഔർ സാഹിൽ. ബേലയും സാഹിലും. ഉൻ ദിനോമേ, ഉൻ ദിനോ എന്ന് പറഞ്ഞാൽ ആ ദിനങ്ങളിൽ, അതായത് അക്കാലത്ത്. ഏത് കാലത്ത്? നേരത്തെ നമുക്ക് പറഞ്ഞു ഏതാണ് കാലമെന്ന്. നമ്മുടെ കഥാകൃത്ത് നേരത്തെ സൂചിപ്പിച്ചു. 1981 എന്ന് പറഞ്ഞു. 1981 ആ കാലമാണ് ഇവിടെ പറയുന്നത്. അതാണ് ഉൻ ദിനവും. അക്കാലത്ത് പെൻമേം 5 പൈസമേം നീലി സ്യാഹി ഭരി ജാത്തി തീ. അക്കാലത്തൊക്കെ പേനയിലെ മഷി ഒഴിച്ച് അങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്. അന്നൊക്കെ അങ്ങനെയുള്ള പേനയേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന പോലുള്ള പേനയില്ല. അവിടെ സാധാരണ പേനയുണ്ട്. പേനയിൽ മഷി ഒഴിച്ച് അത് തീരുമ്പോൾ അടുത്ത മഷി മേടിക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ രീതി. ചെറിയ പേനയാണ്. ആ പേനയിൽ അടുത്ത സ്കൂളിനടുത്തുള്ള കടയിൽ നിന്ന് മഷി കിട്ടും. അത് വാങ്ങിച്ച് അതൊഴിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് പോരുന്നത്. അതാണ് 1981 ആ കാലഘട്ടം എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. ഉൻ ദിനോം പെൻമേ, പേനയിൽ 5 പൈസമേ, നമ്മളൊരു 5 പൈസ കൊടുത്തു കഴിഞ്ഞാൽ, ഇന്നൊക്കെ നമുക്ക് 5 പൈസയ്ക്കൊന്നും ഒരു വിലയില്ല. അതാണ് ആ നേരത്തെ തന്നെ ഈ നമ്മുടെ കഥാകൃത്ത് 1981 എന്ന് എടുത്തു പറഞ്ഞത്. 5 പൈസ കൊടുത്തു കഴിഞ്ഞാൽ 5 പൈസമേ നീലി സ്യാഹി. നീലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, എന്താണ് നീലി? നീല. സ്യാഹി, എന്താണ് സ്യാഹി? മഷി. എന്താ നീലി സ്യാഹി എന്ന് പറയുമ്പം? നീല, മഷി. ഫരി ജാത്യതി, എന്താ? ഫർണ, നേരത്തേക്ക് വന്ന വാക്കാണല്ലോ. എന്തോടോ ഫർണ എന്ന് പറഞ്ഞാൽ? നിറയുക. അപ്പോഴും നീലി സ്യാഹി ഫരി ജാത്യതി, നീല മഷി നിറച്ച് കിട്ടുമായിരുന്നു. കടയിൽ കൊണ്ടുവന്ന് 5 പൈസ കൊടുക്കുമ്പോൾ ഒരു പേന മഷി കിട്ടും, മഷി നിറച്ച് തരും. സ്റ്റേഷനറി കി ദുക്കാൻ വാലേ, സ്റ്റേഷനറി കി ദുക്കാൻ വാലേ, സ്റ്റേഷനറി ദുക്കാൻ, കട, ദുക്കാൻ വാല കടക്കാരൻ, കച്ചവടക്കാരൻ. ദുക്കാൻ വാലേ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ. ദുക്കാൻ വാല എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ്റെ അർത്ഥമുള്ളൂ. ദുക്കാൻ വാല എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ. മഷി വയ്ക്കുന്ന ഒരു കച്ചവടക്കാരൻ മാത്രമല്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലേ, ഈ സ്റ്റേഷനറി കച്ചവടക്കാർ. ഡ്രോപ്പർസേ, നമുക്കറിയാമല്ലോ, ഡ്രോപ്പർ കൊണ്ടല്ല തുള്ളിയായിട്ട്. ഡ്രോപ്പർസേ പെൻ മേ സ്യാഹി ഭർത്തേതേ, പേനയിൽ മഷി നിറച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ 1981 ആ കാലഘട്ടത്തിലെ കാര്യമാണ് പറഞ്ഞത്. അന്നൊക്കെ പേനയിൽ മഷി നിറച്ച് അങ്ങനെയൊക്കെയാണ് എഴുതിയിരുന്നത്. അപ്പോൾ സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ച് മഷി ഉണ്ടോ എന്നൊക്കെ നോക്കണം. അഥവാ മഷിയില്ലെങ്കിൽ സ്കൂളിനടുത്ത് സ്റ്റേഷനറി കട ഉണ്ടാവും. ആ കടയിൽ ചെന്ന് മഷി വാങ്ങണം. 5 പൈസ കൊടുക്കുമ്പോഴാണ് ഒരു പേന മഷി അവർക്ക് കിട്ടുക. അപ്പോൾ അതായിരുന്നു അന്നത്തെ രീതി. പെൻമേ കുച്ച് സ്യാഹി ബെജിതി और साहिल ने ज़मीन पर छिड़क दिया, नई स्याही फरवाने के लिए दोनों दुकान पर पहुँचे. അപ്പോൾ ഇവർ ഈ കടയിലേക്ക് പോവാണ്. പെൻമേ കുച്ച് സ്യാഹി ബെജിതി, അവരുടെ പേനയിൽ, ആ സാഹിലിൻ്റെ പേനയിൽ കുച്ച്, എന്താ കുച്ചെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്താണ് കുച്ച്? കുറച്ച്. സ്യാഹി മഷി, കുച്ച് സ്യാഹി കുറച്ച് മഷി. ബെജിതി, ബെജിന എന്ന് പറഞ്ഞാൽ ബാക്കി വരിക, മിച്ചം വരിക എന്നൊക്കെ അർത്ഥം. എന്താ ബെജിന എന്ന് പറഞ്ഞാൽ? ബാക്കി വരിക, മിച്ചം വരിക. അപ്പോൾ ആ പേനയിൽ കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു. ഉസേ സാഹിലിനെ സെമീൻ पर छिड़क दिया, അത് സാഹിൽ എന്ത് ചെയ്ത്? ജമീൻ, ജമീൻ, തറ. സെമീൻ पर छिड़किന, കുടയുക. എന്താ ചിടക്കിന?
കുടയാണ്, നമ്മൾ മഷിയൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഉണ്ടോയെന്നറിയാനും ഇങ്ങനെ കുടഞ്ഞു നോക്കും. അപ്പോഴേ ഈ മഷി എന്ത് ചെയ്തു, സാഹിൽ സെമീൻ പറിച്ചിടക്ക് ദിയ, തറയിൽ കുടഞ്ഞു കളഞ്ഞു. ബാക്കിയിരുന്ന മഷി, അതാ മഷി മേടിക്കാൻ പോയല്ലോ, അതുകൊണ്ട് അതിനകത്ത് അല്പം മഷി ബാക്കിയുണ്ടായിരുന്നു. സാഹിൽ എന്ത് ചെയ്ത്, സാഹിലിനെ ഉസേ സെമീൻ പറിച്ചിടക്കുകയും ഇടക്ക് ദിയ, സാഹിൽ അത് തറയിൽ കുടഞ്ഞു കളഞ്ഞു. നൈ സ്യാഹി ഫർവാനെ കേലിയേ, നൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നൈ പറ, പുതിയത്, ശരിയാണ്. സ്യാഹി, നൈ സ്യാഹി എന്ന് പറയുമ്പം പുതിയ മഷി. ഖരീദിന, എന്താണ് ഖരീദിന? വാങ്ങുക. നൈ സ്യാഹി ഖരീദിനെ കലിയെ, അപ്പോഴേ നൈ സ്യാഹി ഫർവാനെ കലിയെ, ഫർവാന നിറപ്പിക്കുക, ഫർണ നിറയുക, ഫർവാനെ നിറപ്പിക്കുക. ഈ പേനയിൽ കച്ചവടക്കാരനാണ് അതിനകത്ത് മഷി നിറച്ചു കൊടുക്കുന്നത്. ആ പേന നിറപ്പിക്കുന്നതിന് വേണ്ടി ദോനോം, രണ്ടുപേരും, ദോനോ കോൻ കോൻ ഹേ, ആരാണ് ഈ രണ്ടുപേരും? സാഹിൽ അവർ ബേല, ദുക്കാൻ പർ പഹുഞ്ചെ, ദുക്കാൻ കട, ദുക്കാൻ പർ കടയിൽ, പഹുഞ്ചിന, എന്താ പഹുഞ്ചിന? എത്തിച്ചേരുക, ശരിയാണ്, എത്തിച്ചേരുക. രണ്ടുപേരും കടയിൽ എത്തിച്ചേർന്നു. ഇനി അവിടെ സംഭാഷണമാണ്, ചെറിയൊരു സംഭാഷണമാണ് വരുന്നത്.